പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ എല്ലാവരും യാത്രാപ്രിയരാണ്. നമ്മൾ യാത്ര പോകാറുണ്ട്. ചിലപ്പോൾ ചില അത്യാവശ്യ കാര്യത്തിനായിരിക്കും പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ടൂറായിരിക്കും പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കാണാനായിരിക്കും പോകുന്നത്. എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വാഹനത്തിൽ ഇന്ധനം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾ പെട്ടെന്ന് വാഹനം എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ NH കയറി കഴിഞ്ഞാൽ ഇനി അഥവാ എണ്ണയില്ല, ചിലപ്പോൾ നമ്മൾ അടുത്ത പമ്പ് കണ്ടിട്ട് അവിടെ നിന്ന് എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എത്തിയില്ല. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി അടുത്ത പമ്പ് എവിടെ നിന്നൊക്കെ നോക്കിയിട്ടുള്ള യാത്രയായിരിക്കും. വളരെ ടെൻഷൻ പിടിച്ച യാത്രയായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വണ്ടി നിന്നിട്ടില്ല എവിടെയും. അങ്ങനെ നമ്മൾ അത് NH കയറിയിട്ട് നമുക്ക് അഥവാ പെട്രോൾ അങ്ങോട്ട് തീർന്നു, അതല്ലെങ്കിൽ ഡീസൽ അങ്ങ് കഴിഞ്ഞു, വണ്ടിയുടെ ഇന്ധനം കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കേണ്ടി വന്നാൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? വണ്ടിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരാളെ വണ്ടിയിൽ ഇരുത്തിയിട്ട് നമ്മുടെ അടുത്ത വണ്ടിക്ക് കൈ കാണിച്ച്, അതല്ലെങ്കിൽ ഒരു വണ്ടി പിടിച്ച് നമ്മൾ അടുത്ത പമ്പ് എവിടെ വെച്ചാൽ പോയി അവിടുന്ന് കന്നാസോ വാട്ടർ ബോട്ടിലോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി അതിൽ പെട്രോളോ ഡീസലൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വണ്ടിയിൽ വന്ന് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പതിവ്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. NH കയറിയിട്ട് നമുക്ക് ഇതുപോലെ ഡീസലൊക്കെ തീർന്ന് വണ്ടി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പറുണ്ട്, 1033 1033. ഒന്നുകൂടി പറയാം, 1033. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പെട്രോളും ഡീസലും ഒക്കെ അവർ കൊടുന്നു തരും. പേയ്മെൻറ്റ് നിർബന്ധമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്പറിൽ വിളിക്കാൻ നമുക്ക് അപകടങ്ങളുണ്ടായാൽ, അതുപോലെ നമ്മളെ വല്ല അപകടങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണിത്. അപ്പോൾ മറക്കണ്ട, നമ്മൾ യാത്ര പോകുന്ന ആളുകളാണെങ്കിൽ, സ്വന്തമായിട്ട് വാഹനമുള്ള ആളുകളാണെങ്കിൽ ഈ നമ്പർ